റേഷ്യോസ് എന്ന സെക്ഷനിൽ മറ്റൊരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ ആൻ എക്സാമിനേഷൻ രമാസ് സ്കോർ വാസ് 1/12 ഓഫ് ദ സം ഓഫ് സ്കോർസ് ഓഫ് മോഹൻ ആൻഡ് അഞ്ജലി. ആഫ്റ്റർ എ റിവ്യൂ ദ സ്കോർ ഓഫ് ഈച്ച് ഓഫ് ദം ഇൻക്രീസ്ഡ് ബൈ 6. The revised scores if Anjali, Mohan and Rema were in the ratio 11:10:3, then Anjali's score exceeded Rema's score by. അപ്പം 3 പേരുടെ സ്കോറിൻ്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അഞ്ജലി, മോഹൻ, രമ. അതിൽ രമയുടെ ഏജ് എന്ന് പറയുന്നത് മോഹൻ്റെയും അഞ്ജലിയുടെയും സ്കോറിൻ്റെ എന്താണ് സമ്മിൻ്റെ 1/12 ആണ്. അതേപോലെ ഒരു റിവ്യൂ നടത്തിയതിന് ശേഷം ഈ 3 പേർക്കും 6 മാർക്ക് കൂടി. ആ 6 മാർക്ക് കൂടിയതിന് ശേഷമുള്ള അവരുടെ റേഷ്യോയും തന്നിട്ടുണ്ട് 11:10:3. ഓക്കെ, അതായത് അഞ്ജലി ഈസ് ടു മോഹൻ ഈസ് ടു രമ. ഓക്കെ, അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 11:10:3. ഇത് എപ്പോഴുള്ള റേഷ്യോ ആണ്? റിവൈസ്ഡ് ചെയ്തതിന് ശേഷം, അതായത് എന്താണ് 6 മാർക്ക് കൂടിയതിന് 6 മാർക്ക് വീതം 3 പേർക്കും കൂടി, ആ 3 പേർക്കും 6 മാർക്ക് കൂടിയതിന് ശേഷമുള്ള റേഷ്യോ ആണിത്. അപ്പോൾ ഇതിനെ റേഷ്യോ മാറ്റി എഴുതുമ്പോൾ നമ്മൾ എന്ത് 11K 10K അതേപോലെ 3K. അപ്പം 6 മാർക്ക് കൂടുന്നതിന് മുമ്പുള്ള ഇവരുടെ മാർക്ക് എന്തായിരിക്കും? 11K -6, 10K -6 അതേപോലെ 3K -6. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇതിൽ രമയുടെ ഏജ് എന്ന് പറയുന്നത് മറ്റ് 2 പേരുടെ, അതായത് അഞ്ജലിയുടെയും മോഹൻ്റെയും ഏജിൻ്റെ സമ്മിൻ്റെ 1/12 ആണ്. അപ്പം എങ്ങനെ എഴുതാം? അഞ്ജലിയുടെ ഏജ് 11K -6 പ്ലസ് മോഹൻ്റെ ഏജ് 10K -6, ഈ സമ്മിൻ്റെ 1/12 എന്ന് പറയുന്നത് ആരുടെ ഏജാണ്? രമയുടെ ഏജാണ്. ഇതിൽ ഞാൻ ഈ 1/12 /12 ഞാൻ ഇപ്പുറത്തുണ്ടോന്ന് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടുന്നു? അതേപോലെ തന്നെ ഞാൻ ഈ 11Kയും 10Kയും കൂടെ കൂട്ടുമ്പോൾ 21K. അതേപോലെ -6ഉം കൂടെ ചേരുമ്പോൾ -12, വിച്ച് ഈസ് ഈക്വൽ ടു ഈ 12 × 3K -6 ചെയ്യുമ്പോൾ 12 × 3K ചെയ്യുമ്പോൾ 36K -12 × 6 ചെയ്യുമ്പോൾ എത്രയാണ്? 72. ഇതിൽ നിന്ന് K കണ്ടുപിടിക്കാമല്ലോ. ഈ 21K ഇപ്പുറത്ത് വരുന്നു. 21K ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്നത് 15K ആണ്. 15K ഈ 72 ഇപ്പുറത്ത് -72 ഇപ്പുറത്ത് വരുമ്പോൾ +72 ആകും. അത് -12 ചെയ്യുമ്പോൾ നമുക്ക് 60 എന്ന് ഉത്തരം കിട്ടും. ഇതിൽ നിന്ന് K കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 4 എന്ന് ഉത്തരം കിട്ടുന്നു. K എത്ര കിട്ടുന്നു? 4. ഇനി എന്താ പറയുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം ഇതാണ്. അഞ്ജലി സ്കോർ എക്സീഡഡ് ബൈ രമാ സ്കോർ. അതായത് അഞ്ജലിയുടെ സ്കോറ് രമയുടെ സ്കോറിനേക്കാൾ എത്ര കൂടുതൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവരുടെ ഡിഫറൻസ്, അഞ്ജലിയുടെയും രമയുടെയും ഏജിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. സ്കോറിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 11K അല്ലെങ്കിൽ ഇവിടെ 11Kയും 3Kയും ആണല്ലോ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 11K -3K വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8K ആണ്. അപ്പോൾ Kയുടെ വാല്യൂ നമുക്കറിയാം 4 ആണെന്ന്. അപ്പോൾ 8 × 4 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ഉത്തരം 32 ആണ്. 32 ആണ് അവരുടെ മാർക്കുകൾ, സ്കോർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ചോദിക്കാവുന്നതാണ്. ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്തോട്ട് ഷെയർ ചെയ്ത് നമുക്ക് അവിടെ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഞങ്ങൾ മാക്സിമം തരാൻ ശ്രമിക്കും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.